മനുഷ്യൻ എന്ന പ്രിവിലേജ് തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഉമർ ഖാലിദിന്റെ വാദം. സഹതടവുകാര് പോലും ജയിലിലൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും അവർ പിറുപിറുക്കുന്നത് രാജ്യദ്രോഹിയാണെന്നാണ്. എന്നാൽ ഈ ഉമർ ഖാലിദ് എന്ത് കുറ്റം ചെയ്തിട്ടാണ് ജയിലിൽ പോയത് എന്ന് ചോദിച്ചാൽ എന്താണ് ഈ ഉമർ ഖാലിദിന് പറയാനുള്ളത്? രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ പോയ ഒരു വ്യക്തിയെ രാജ്യദ്രോഹി എന്നല്ലാതെ രാജ്യസ്നേഹി എന്ന് പിറുപിറുക്കണോ? സഹതടവുകാര് രാജ്യസ്നേഹി എന്ന് വിളിക്കണോ? ഇനി എന്തുകൊണ്ടാണ് ഈ ഉമർ ഖാലിദ് ജയിലിലാകാൻ കാരണം എന്നും കൂടി നമുക്കൊന്ന് പരിശോധിച്ചിട്ട് വരാം. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിൽ കുറ്റവാളികളായ അഫ്സൽ ഗുരു, കശ്മീരി വിഘടനവാദി മക്ബൂൽ ഭട്ട് എന്നിവർക്കെതിരായ വധശിക്ഷയ്ക്കെതിരെ 2016 ഫെബ്രുവരി 9 ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഉമർ ഖാലിദ് എന്നൊരു വ്യക്തി, ആ വ്യക്തി എന്താണ് ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അവരുടെ ക്യാമ്പസിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. പ്രതിഷേധമൊക്കെ എല്ലാവർക്കും സംഘടിപ്പിക്കാം, പക്ഷെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് വധശിക്ഷ ലഭിച്ചതിനെ തുടർന്ന് അല്ലെങ്കിൽ വധശിക്ഷ വിധിച്ചതിനെതിരെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ, ഒരു പറ്റം വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രാജ്യവിരുദ്ധമാണോ രാജ്യസ്നേഹമാണോ? നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ആണ് ആക്രമിച്ചത്. ആ കേസിൽ 2 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ വധശിക്ഷയെ നമ്മൾ മാനിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനെതിരെ സംസാരിക്കുമ്പോൾ അവർ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് എന്നൊരു തോന്നൽ വേണ്ടത് ഉമർ ഖാലിദിനും കൂടിയാണ്. അല്ലെങ്കിൽ ഉമർ ഖാലിദിന്റെ വേരുകൾ നോക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്നാകണം. അങ്ങനെയല്ലല്ലോ. അപ്പോൾ ശരിക്കും ഉമർ ഖാലിദ് രാജ്യസ്നേഹിയാണോ രാജ്യവിരുദ്ധനാണോ? ഈ കുറച്ചു മുമ്പ് സംസാരിച്ച ഈ ഒരു പരാമർശം ഉമർ ഖാലിദിനെ രാജ്യസ്നേഹിയായിട്ട് ആരും കണ്ടില്ല, രാജ്യവിരുദ്ധനായിട്ടാണ് കാണുന്നതെന്നാണ്. ഈ ഒരു പരാമർശം നടത്താൻ തന്നെ കാരണം 2016 ഫെബ്രുവരി 9 JNU സർവകലാശാലയിൽ ഉമർ ഖാലിദിന്റെ പ്രകടനം കൊണ്ട് മാത്രമാണ് അവിടെയുള്ള ജനങ്ങളും അതേപോലെ ഇന്ത്യയിലെ കോടിക്കണക്കിന് രാജ്യസ്നേഹികളും എല്ലാവരും മാർക്കിട്ടത്, നല്ലൊരു ടാഗ് ലൈൻ കൊടുത്തത്. എന്ത്? രാജ്യസ്നേഹി എന്നല്ല, രാജ്യവിരുദ്ധൻ, പക്കാ രാജ്യവിരുദ്ധൻ എന്ന് ടാഗ് ലൈൻ കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ്. സംഭവം കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവത്തിനിടയിൽ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ ഒരു ചെറിയ വിഭാഗം ആളുകൾ രാജ്യവിരുദ്ധ മുദ്രാവാക്യവും വിളിച്ചു. അങ്ങനെയാണെങ്കിൽ രാജ്യസ്നേഹിയായ ഉമർ ഖാലിദ് താൻ സംഘടിപ്പിച്ച അല്ലെങ്കിൽ താൻ സംഘടിപ്പിക്കുന്ന ആ ഒരു പരിപാടിക്കിടയിൽ ആരെങ്കിലും ദേശവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചാൽ ആ മുദ്രാവാക്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണോ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത്? എന്നാൽ ഇവിടെ ദേശസ്നേഹി എന്ന് സ്വയം മുദ്രകുത്തി സംസാരിക്കുന്ന ഉമർ ഖാലിദ് ഈ ഒരു രാജ്യവിരുദ്ധ മുദ്രാവാക്യത്തിന് തടഞ്ഞില്ലെന്ന് മാത്രമല്ല ഒപ്പം വിളിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ തന്നെ വിലയിരുത്തൂ, ഇയാൾ രാജ്യസ്നേഹിയാണോ അതോ രാജ്യവിരുദ്ധനാണോ എന്നുള്ളത്. ഇനി സംഭവം നടന്ന് 4 ദിവസത്തിന് ശേഷം 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124 വകുപ്പ് പ്രകാരം, ഈ വകുപ്പിലാണ് നമ്മൾ രാജ്യവിരുദ്ധ കുറ്റം ചുമത്തുന്നത്. ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തി ദില്ലി പോലീസ് JNU സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റ് കനയ്യ കുമാറിനെ അറസ്റ്റ് ചെയ്തു. കാരണം ഈ ഒരു പ്രസിഡന്റ്, അതായത് ആ ഒരു സംഘടനയുടെ പ്രസിഡന്റ് കനയ്യ കുമാർ ആയിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു നേതൃത്വം കൊടുക്കാൻ ഒരാളുണ്ടാകും. ആ നേതൃത്വം കൊടുത്ത ഒരാളായിരുന്നു കനയ്യ കുമാർ. അപ്പൊ ഈ ഉമർ ഖാലിദ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പങ്കെടുത്ത, എന്നാൽ വെറും പങ്കെടുത്ത ഒരു വ്യക്തിയും കൂടിയല്ല, എല്ലാം കോർഡിനേറ്റ് ചെയ്ത ഒരു വ്യക്തി കൂടിയായിരുന്നു. ഉമർ ഖാലിദ്, അനിർബൻ ഭട്ടാചാര്യ, രാമനാഗ, അനന്ത് പ്രകാശ്, അശുതോഷ് കുമാർ എന്നിവർ കനയ്യ കുമാറിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഒളിവിൽ പോയി. തന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് ഒളിവിൽ പോകുന്നത്? രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി എന്തിനാണ് ഒളിവിൽ പോകുന്നത്? കനയ്യ കുമാറിനെ അറസ്റ്റ് ചെയ്തു, വേണമെങ്കിൽ പറയാമല്ലോ ഞങ്ങളുടെ കൂടെ ഇരുന്ന, അതായത് ആൾക്കൂട്ടത്തിൽ നിന്ന് ഉയർന്ന ഒരു മുദ്രാവാക്യമായിരുന്നു, ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. ഇല്ലെങ്കിൽ മാത്രം അതെടുത്ത് പറയാമായിരുന്നല്ലോ. അപ്പോൾ ഉമർ ഖാലിദിന്റെ കൈകളിൽ കറ പുരണ്ടിട്ടില്ല എന്ന് ഉമർ ഖാലിദിന് തന്നെ വ്യക്തമായിട്ടുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള ബാക്കി 4 പേര് ഒളിവിൽ പോയത്. അങ്ങനെ 10 ദിവസത്തിന് ശേഷം ഇവർ തിരികെ എത്തി. ഒളിവുവാസം അവസാനിച്ച് ഇവർ തിരികെ എത്തി. ഉമർ ഖാലിദും അനിർബാൻ ഭട്ടാചാര്യയും പോലീസിന് കീഴടങ്ങുകയാണ് ചെയ്തത്. അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അറസ്റ്റും അവർക്കുമേൽ രാജ്യദ്രോഹ നിയമം ചാർത്തിയതും വിയോജിക്കാനുള്ള അവകാശങ്ങളെ
ഹനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി രൂക്ഷമായി വിമർശിക്കപ്പെട്ടു. പ്രതിപക്ഷം രൂക്ഷമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. JNU ഭരണസമിതി നിയോഗിച്ച അന്വേഷണ സമിതി 21 വിദ്യാർത്ഥികളോട് സർവകലാശാല നിയമങ്ങളുടെ ലംഘനത്തിന് വിശദീകരണം ചോദിക്കുകയുണ്ടായി. അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ ശിക്ഷ നൽകുകയും ചെയ്തു. കനയ്യ കുമാറിനെ 10,000 രൂപ പിഴ ചുമത്തി. അതിനുശേഷം ഉമർ ഖാലിദിനെയും അനിർബൻ ഭട്ടാചാര്യയെയും ഒരു സെമസ്റ്ററിൽ നിന്ന് വിലക്കുകയാണ് ചെയ്തത്. ആദ്യം ഇത്ര ശിക്ഷയാണ് കൊടുത്തത്. ഇനി എങ്ങനെയാണ് കൂടുതൽ ഉമർ ഖാലിദ് വയലന്റ് ആയതെന്നുള്ള കഥയാണ് ഇനി പറയാൻ പോകുന്നത്. 2020 ഫെബ്രുവരി 28 ദില്ലി സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വിചാരണയ്ക്ക് അനുമതി നൽകി. 2016 ഫെബ്രുവരി 9 യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രതിഷേധത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണ സമിതി നടത്തിയ അന്വേഷണം കാരണം 2018 ജൂലൈയിൽ ഉമർ ഖാലിദിന് PhD തീസിസ് സമർപ്പിക്കാൻ JNU വിസമ്മതിച്ചു. കാരണം എന്താണെങ്കിലും കുറ്റം ഇരിക്കെ ഇനി നീ അങ്ങനെ ചെയ്യണ്ട എന്ന് തന്നെ ഒരു വിലക്ക്, നമ്മൾ മുൻപേ പറഞ്ഞത് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോഴും ആ വിലക്ക് തന്നെ പിന്തുടർന്നിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് സമർപ്പിക്കാൻ അനുവദിച്ചില്ല. PhD സമർപ്പിക്കാൻ JNU വിസമ്മതിച്ചുമായി ബന്ധപ്പെട്ട് ഉമർ ഖാലിദ് ദില്ലി ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ഖാലിദിനെ പ്രബന്ധം സമർപ്പിക്കാൻ അനുവദിക്കണമെന്ന് 2018 ജൂലൈ 24 ഹൈക്കോടതി JNUവിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. 2018 ഓഗസ്റ്റ് 2 JNU അദ്ദേഹത്തിന്റെ PhD തീസിസ് സ്വീകരിക്കുകയും ചെയ്തു. ഇത് ന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തങ്ങൾക്ക് അത് ചെയ്യണം, അതൊരു ബാൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉമർ ഖാലിദ് നേരെ സമീപിച്ചത് കോടതിയാണ്. അല്ലാതെ ഉമർ ഖാലിദ് തെരുവിലിറങ്ങി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഉമർ ഖാലിദിന്റെ കാര്യം കറക്റ്റാണ്. ഈ ഒരു PhDയുടെ ഭാഗം മാത്രം. ബാക്കി രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി രാജ്യവിരുദ്ധ മുദ്രാവാക്യം പിടിച്ചതിനൊന്നും ഞാനിവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി എങ്ങനെയാണ് ഉമർ ഖാലിദ് ജയിലിലായ എന്ന കഥയാണ് ഇനി പറയാൻ പോകുന്നത്. പ്രകോപനപരമായ പ്രസംഗങ്ങൾ. ജിഗ്നേഷ് മേവാനിക്കൊപ്പം പൂനെയില് വളരെ മോശകരവും അതേപോലെ തീവ്ര വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തിയതിന് ഉമർ ഖാലിദിനെതിരെ പ്രഥമ വിവര റിപ്പോർട്ടിലാണ് കേസ് എടുത്തത്. പേഷ്വകളും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന കൊറഗോവ് യുദ്ധത്തിന്റെ 200ാം വാർഷികത്തോടനുബന്ധിച്ച് പൂനെയിൽ നടന്ന എൽഗോഡ് പരിഷത്ത് റാലിയിൽ നടത്തിയ പ്രസംഗങ്ങളിൽ വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ശത്രുത വളർത്തിയെന്ന് ആരോപിച്ചായിരുന്നു ഇരുവർക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തിരുന്നത്, കുറ്റപത്രം സമർപ്പിച്ചതും. ഇതെല്ലാം ഒരു സൈഡിലൂടെ പോകുമ്പോൾ ഉമർ ഖാലിദിന്റെ തലയിൽ UAPA നിയമം ചുമത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ വളരെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചാണ് ഉമർ ഖാലിദിനെതിരെ UAPA നിയമം ചുമത്തിയത്. ദില്ലി പോലീസ് കേസെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ദില്ലി കലാപത്തിന് പ്രചോദനമാകുകയും സുഗമമാക്കുകയും ചെയ്യുന്നതായി ദില്ലി പോലീസ് പറയുന്നു. ദില്ലി കലാപ കേസിൽ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് 2020 സെപ്റ്റംബർ 14 ഉമർ ഖാലിദിനെ ദില്ലി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത്. അവിടുന്ന് തൊട്ട് ഇവിടുന്ന് വരെ ഉമർ ഖാലിദ് ജയിലിലാണ്. UAPA നിയമമാണ് ചുമത്തിയിരിക്കുന്നത്. നമുക്കറിയാം UAPA നിയമം ചുമ്മാ വഴി കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഒന്നും ചുമത്തുകയില്ല. രാജ്യവിരുദ്ധ പ്രസംഗം നടത്തിയാലും അതേപോലെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും എതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാലും ചുമത്തുന്ന ഒരു നിയമമാണ് UAPA നിയമം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പ്രതിനെ സഹതടവുകാർ പിന്നെ രാജ്യസ്നേഹിയായിട്ട് കാണണോ വേണ്ടയോ? ഇവിടെയാണ് ഉമർ ഖാലിദിന്റെ മുകളിലുള്ള വാക്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. പരസ്പരം ഒരു മനുഷ്യനാണെന്ന് പോലും വിചാരിച്ചില്ല. മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആദ്യം രാജ്യസ്നേഹിയാകണം. ഇവിടെ ഇരുന്നിട്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്ക് തത്തുല്യമായ രീതിയിലാണ് ഉമർ ഖാലിദിന്റെ പ്രസംഗങ്ങൾ വന്നതെങ്കിൽ ഉമർ ഖാലിദ് രാജ്യസ്നേഹിയല്ല, രാജ്യവിരുദ്ധൻ തന്നെയാണ്. ഇന്ത്യ വിരുദ്ധൻ എന്ന് തന്നെ നമുക്ക് പേര് ചാർത്തി വിളിക്കാവുന്നതാണ്. പക്ഷേ എന്താണ് കഴിഞ്ഞ US അതുപോലെ മംതാനി അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഉമർ ഖാലിദിനെ ഇവിടുന്ന്, അതായത് തടവുകാരിൽ നിന്ന് മോചിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുകയുണ്ടായി. അപ്പോഴും ഇന്ത്യ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് ഞങ്ങൾക്കറിയാം, പുറമേ നിന്ന് ആരും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു പരിധി കൂടുതൽ ഇടപെടാൻ വരണ്ട എന്നാണ്. അതുകൊണ്ട് തന്നെ ഉമർ ഖാലിദ് എന്ന് പറഞ്ഞൊരു വ്യക്തി അത്ര നല്ല വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഒരു സ്റ്റുഡന്റ് ആണ് എന്ന് വെച്ചിട്ട് ചോരത്തളപ്പിന്റെ ആ ഒരു പ്രായത്തിൽ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം എന്നൊരു ലൈസൻസ് ഉണ്ടായിരിക്കുമ്പോൾ രാജ്യവിരുദ്ധനാണോ രാജ്യസ്നേഹിയാകണോ എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം തന്നെ ഈ ചോര തിളയ്ക്കുന്ന പ്രായത്തിൽ പറയുന്ന വാക്കുകളാണ്
തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ഒരു പറഞ്ഞ വാക്ക് തെറ്റാണെന്ന് അംഗീകരിക്കാൻ ഉമർ ഖാലിദ് തയ്യാറാകുന്നില്ല. അങ്ങനെ തയ്യാറാകാത്ത ഉമർ ഖാലിദിനെ എങ്ങനെയാണ് രാജ്യവിരുദ്ധൻ എന്നല്ലാതെ രാജ്യസ്നേഹി എന്നൊരു ടാഗിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുക? നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷെ ഇപ്പോഴും ഉമർ ഖാലിദിന് വേണ്ടി അലമുറയിട്ട് കഴിയുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. അത് ഉമർ ഖാലിദിന് വേണ്ടി മാത്രമല്ല കേട്ടോ, മരിച്ച നമ്മുടെ ഒസാമ ബിൻ ലാദന് പോലും മയ്യത്ത് നിസ്കാരം കൊടുത്ത നാടാണ് നമ്മുടെ ഈ കേരളം. അങ്ങനെയുള്ള ഈ ഒരു കേരളത്തില് ഒസാമ ബിൻ ലാദനും അതേപോലെ തീവ്രവാദികൾ ആരൊക്കെ മരിക്കും, എന്തിനാ അജ്മൽ കസബിനും ഇവിടെ മയ്യത്ത് നിസ്കാരം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേരളം അത്ര കണ്ട് നല്ലൊരു സേഫ് സോണാണ്. ആർക്ക്? മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികളാൽ നിറഞ്ഞിരിക്കുന്നു നമ്മുടെ കേരളം. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ബംഗ്ലാദേശികളിൽ നിന്നും റോഹിംഗ്യ തീവ്രവാദികളിൽ നിന്നും കുടിയേറി പാർത്തവരുടെ എണ്ണം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. 13 വർഷമായിട്ട് ഇവിടെ ജീവിച്ച മുംതാസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, അത് ബംഗ്ലാദേശിലെ മൂർഷിദാബാദിൽ നിന്നും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ 13 വർഷമായിട്ട് യാതൊരു രേഖയും ഇല്ലാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്നും റോഹിംഗ്യയിൽ നിന്നും വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് ടാഗ് ലൈൻ കൊടുത്തവർക്ക് വ്യാജ ആധാർ കാർഡ് കൊടുക്കുക, വ്യാജ പാൻ കാർഡ് കൊടുക്കുക, വ്യാജ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കുക, പാസ്പോർട്ട്, റേഷൻ കാർഡ് തുടങ്ങി എന്തൊക്കെയാണോ ഈ കേരളത്തിൽ ജീവിക്കാൻ വേണ്ടത് അതെല്ലാം തയ്യാറാക്കി കൊടുക്കുന്ന റാക്കറ്റുകളിലെ ഒരു പ്രധാന കണ്ണിയാണ് മുംതാസിനെ കരുനാഗ പള്ളിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കേരളവും മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികളുടെയും എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിച്ച് ചാകാവുന്ന ഒരു പറ്റം തീവ്രവാദികളെ നടുക്ക് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം മതേതരന്മാർക്ക് മനസ്സിലാവുകയില്ല. എപ്പോൾ മനസ്സിലാവുന്ന വെച്ചാൽ സ്വന്തം കുടുംബത്തിലടക്കം പൊട്ടിത്തെറിച്ച് ചാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഉമർ ഖാലിദിന് വേണ്ടിയിട്ട് സലാം പറയാൻ നിൽക്കുന്നവർ ഈ കഥകള്, അതുപോലെ ഉമർ ഖാലിദ് എന്തുകൊണ്ടാണ് അറസ്റ്റിലായെന്ന് കൂടി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഉമർ ഖാലിദിന് വേണ്ടി സംസാരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളും ഇതേപോലെ കഥയറിയാതെ ആട്ടം കാണുന്നവരുടെ കൂട്ടത്തിൽ പെടാം.